വികസന സ്മാരക പദ്ധതികൾക്കായുള്ള ബഡ്ജറ്റ് വിഹിതം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിയമസഭയിൽ പ്രഖ്യാപിച്ചു. അരൂരിൽ കെ.ആർ. ഗൗരിയമ്മയുടെ സ്മാരകത്തിനായി 1 കോടി രൂപയും പിറവത്ത് മുൻമന്ത്രി ടി.എം. ജേക്കബിന്റെ സ്മാരക നിർമ്മാണത്തിനായി 50 ലക്ഷം രൂപയും ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലെ സ്റ്റേഡിയം നിർമ്മാണത്തിനും കോതമംഗലം ചേലാട് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിനുമായി 5 കോടി രൂപ വീതവും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പുതിയതായി അവതരിപ്പിക്കുന്ന പദ്ധതികളുടെ കാര്യത്തെക്കുറിച്ച് കൂടി പറയണം സർ. ഇവിടെ ക്രൈസ്തവ വിഭാഗങ്ങളുടെ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ച JB കോശി കമ്മീഷൻ റിപ്പോർട്ട് വിശദമായി പഠിച്ച് അത് നടപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. സർ, വ്യവസായ IT, ഫ്യൂച്ചർ ടെക്നോളജി ആൻഡ് AI വകുപ്പിന് 100 കോടി രൂപ അധികമായി വകയിരുത്തും. സർ, അരൂരിൽ ശ്രീമതി കെ.ആർ. ഗൗരിയമ്മയുടെ പേരിൽ സ്മാരകം പണിയാൻ 1 കോടി രൂപ വകയിരുത്തുന്നു. ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രി ആധുനിക സൗകര്യങ്ങളോട് കൂടിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ആക്കുന്നതിനും കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നതിനും 5 കോടി രൂപ വകയിരുത്തുന്നു. തിക്കോടി മൂടാടി പഞ്ചായത്തിലെ കോടിക്കൽ മിനി ഫിഷിംഗ് ഹാർബർ നിർമ്മാണത്തിന് 7.5 കോടി രൂപ വകയിരുത്തുന്നു. മാവൂർ പഞ്ചായത്തിലെ കുറ്റിക്കടവ് പാലം 10 കോടി രൂപ വകയിരുത്തുന്നു. പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ 50 ലക്ഷം രൂപ വകയിരുത്തുന്നു. അമ്പൂരി പഞ്ചായത്ത് കെട്ടിട പണിയാൻ 1 കോടി രൂപ വകയിരുത്തുന്നു. സർ, പൊതുവിദ്യാഭ്യാസ വകുപ്പിന് 50 കോടി രൂപ കൂടി അധികമായി വകയിരുത്തുന്നു. തിരൂർ ക്യാൻസർ ആശുപത്രിക്ക് ഉപകരണം വാങ്ങാൻ 3 കോടി രൂപ വകയിരുത്തുന്നു. നീർക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിന് 5 കോടി രൂപ വകയിരുത്തുന്നു. സർ, കുന്നത്തുനാട് നിയോജകമണ്ഡലത്തിലെ സ്റ്റേഡിയം നിർമ്മാണം 5 കോടി രൂപ വയ്ക്കുന്നു. ചെറിയ റെയിൽ അടിപ്പാത നിർമ്മാണത്തിനായി 3 കോടി രൂപ വകയിരുത്തുന്നു. കറുകച്ചാൽ ഫയർ സ്റ്റേഷൻ നിർമ്മാണത്തിന് 1 കോടി രൂപ, വെള്ളയിൽ ഫിഷിംഗ് ഹാർബർ നവീകരണത്തിന് 2 കോടി രൂപ, കോവളം നിയോജക മണ്ഡലത്തിൽ സ്ഥലം വാങ്ങി സ്റ്റേഡിയം നിർമ്മിക്കാൻ ആവശ്യമായ 20 കോടി രൂപ, കക്കോടി പോലീസ് സ്റ്റേഷന് 2 കോടി രൂപ, കരുവട്ടൂർ FHCയെ CSC ആയി ഉയർത്താൻ 1.5 കോടി രൂപ, കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് കാഞ്ഞിരം മുതൽ ആനമൂളി വരെയുള്ള റോഡ് 1 കോടി രൂപ, നീലിപ്പാറ മണിയൻ കിണർ റോഡ് നവീകരണം 2 കോടി രൂപ വകയിരുത്തുന്നു. പുഞ്ചിരിപ്പാടം റോഡ് അഭിവൃദ്ധിപ്പെടുത്തലും സൗന്ദര്യവൽക്കരണവും 1 കോടി രൂപ, വളാഞ്ചേരി ഫയർ സ്റ്റേഷൻ 5 കോടി, പുത്തൂർ ചെന്നക്കൽ ബൈപ്പാസ് 3ാം ഘട്ട നിർമ്മാണത്തിന് സ്ഥലം ഏറ്റെടുക്കാൻ നടപടി സ്വീകരിക്കും, 5 കോടി രൂപ വകയിരുത്തുന്നു. മമ്പുറം ഹെറിറ്റേജ് വില്ലേജ് ആ പദ്ധതി നമ്മൾ നടപ്പാക്കും. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ കൂടൽമാണിക്യം ഭരതസ്വാമി ക്ഷേത്രം, പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രം, തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രം, അങ്കമാലി മണ്ഡലത്തിലെ തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം എന്നിവ ഉൾപ്പെടെ 4 അമ്പല തീർത്ഥാടന പാക്കേജിനായി 10 കോടി രൂപ അനുവദിക്കുന്നു. കടുത്തുരുത്തി വലിയ തോടുകളുടെയും വിവിധ ജലാശയങ്ങളുടെയും പുനരുജ്ജീവനും വെള്ളപ്പൊക്ക നിയന്ത്രണവും ജലസേചന ടൂറിസം അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 10 കോടി രൂപ. കരമന കളിയിക്കാവിള 4 വരി പാത വികസനത്തിന് അടുത്ത റീച്ചിലേക്ക് ആവശ്യമായ പണം അനുവദിക്കും. കടുത്തുരുത്തി പഞ്ചായത്തിൽ ജലസേചന വകുപ്പിന് പുതിയ കെട്ടിട നിർമ്മാണവും അനുബന്ധ വികസന പ്രവർത്തനങ്ങൾ 2 കോടി രൂപ. പുനലൂർ റവന്യൂ ടവറിന് 1 കോടി രൂപ ആദ്യം അനുവദിക്കുന്നു. ചെങ്ങന്നൂർ KSRTC ബസ് സ്റ്റേഷൻ നിർമ്മാണത്തിന് 2 കോടി രൂപ അനുവദിക്കുന്നു. കോതമംഗലം ചേലാട് അന്താരാഷ്ട്ര സ്റ്റേഡിയം നേരത്തെ പ്രഖ്യാപിച്ചതാണ്, പൈസ വെച്ചിരുന്നില്ല, 5 കോടി രൂപ വകയിരുത്തുന്നു. മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി നഗരസഭയിൽ LBS ഇൻ്റഗ്രേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന സ്ഥാപനത്തിന് 5 കോടി. പാലാ എറണാകുളം സൂപ്പർഫാസ്റ്റ് ഹൈവേ നിർമ്മാണത്തിന്റെ പഠനത്തിനായി 1 കോടി രൂപ. റിവർ വ്യൂ റോഡ് വന്നു നിൽക്കുന്ന സാന്തോം കോംപ്ലക്സ് മുതൽ വൈക്കം റോഡ് RV ജംഗ്ഷൻ ക്രോസ് ചെയ്തുള്ള ഒരു ഫ്ലൈ ഓവർ പ്രാഥമിക പഠനത്തിനായി 10 ലക്ഷം രൂപ. പാലായിലെ പൂർത്തിയാകാത്ത ബൈപ്പാസ് റോഡിന് റിവർ വ്യൂ റോഡിനും ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി 5 കോടി രൂപ. വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ ഇലവീഴ പൂഞ്ചിറ ഇല്ലിക്കാഗല്ലി വികസനം 3 കോടി രൂപ. പിറവത്ത് TM ജേക്കബ് സ്മാരകം നിർമ്മിക്കാൻ 50 ലക്ഷം. ആലുവ നാഷണൽ ഹൈവേ പുളിഞ്ചോട് മുതൽ മംഗലപ്പുഴ പാലം വരെ ഉണ്ടാകുന്ന ട്രാഫിക് ബ്ലോക്ക് മാറ്റുന്നതിനായി NATPACയെ കൊണ്ട് സാധ്യതാ പഠനം നടത്തി വിശദമായ റിപ്പോർട്ട് ലഭ്യമാക്കുന്നതിന് 30 ലക്ഷം രൂപ. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിനായി 5 കോടി രൂപ അധികമായി വിലയിരുത്തുന്നു. കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ നവീകരണം 4 കോടി രൂപ വകയിരുത്തുന്നു. രാമന്തളി വടക്കുംപാട് മാപ്പിള UP സ്കൂളിന് കെട്ടിടം നിർമ്മിക്കാൻ 1 കോടി രൂപ. പേരൂർക്കട ജില്ലാ മോഡൽ ഹോസ്പിറ്റൽ 6 കോടി രൂപ. കന്യാകുളങ്ങര സിയോൺ കുന്ന് റോഡ് 2 കോടി രൂപ. മല്ലപ്പള്ളി ഫയർ സ്റ്റേഷൻ 1 കോടി രൂപ. സർ, മുക്കയം FHCയെ
താലൂക്ക് ആശുപത്രിയായി ഉയർത്തുന്നതിന് 1 കോടി രൂപ. സർ, കാഷ്യൂ വർക്കേഴ്സിന് ഗ്രാറ്റുവിറ്റി ആയിട്ട് ഒരു 10 കോടി രൂപ കൂടി അഡീഷണൽ ആയിട്ട് നമ്മൾ അനുവദിക്കുക. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്